ഹായ് എവ്രി വൺ. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് സൈലം സ്കൂളിലെ ഒരുപാട് മക്കളെയാണ്. അവര് സൈലത്തിന്റെ കൂടെ +1 മുഴുവൻ പഠിച്ച് +1 ബോർഡ് എക്സാം എഴുതി സിലബസ് ഒക്കെ അടിപൊളിയായി മനസ്സിലാക്കി വന്ന മക്കളാണ്. അവരിപ്പോ അവരുടെ +2 ക്ലാസ്സിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ +2വിന്റെ സിലബസ് നമ്മൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയം ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഈ ദിവസങ്ങളിൽ സിലബസ് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാനായി അവർ ക്ലാസ്സസിൽ ഇരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങൾ അറിയണം. ഈ ഒരു വർഷം, കഴിഞ്ഞൊരു വർഷം അവർക്ക് സൈലം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയണം. അത് ചോദിച്ചറിയാനായി ലെറ്റ്സ് ഗോ. ഹലോ, ഹായ് 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 ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇരിക്കൂ. എല്ലാവർക്കും സുഖാണോ? ഗോകുലത്തിലെ സ്റ്റുഡൻസ് അല്ലേ നിങ്ങള്? യെസ്. എന്നെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആരെ കാണാത്ത ആള്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെയാണ് ക്ലാസ് നടക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോ മിസ് വന്നത് എന്നെ അറിയാത്തവർക്കായിട്ട് ഐ എം ഡോക്ടർ ശ്രുതി. ഞാൻ സൈലത്തിലെ നീറ്റ് ബയോളജി ഫാക്കൽറ്റി ആണ്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽസിലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അതാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത്, നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ഡ്രീമൊക്കെ ഉണ്ടാവും. നിങ്ങൾ വെറുതെ അല്ലല്ലോ ഈ വെക്കേഷൻ ടൈമിൽ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? യു ഹാവ് എ ഗോൾ, യു ഹാവ് എ പ്ലാൻ. ഒരു കാരണമില്ലാണ്ട് ഇവിടെ വന്നിരിക്കുന്നവരുണ്ടോ? എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് ഇവിടെ വന്നിരിക്കുന്നവരുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോവായിരുന്നു. സോ ഐ വോണ്ട് ടു നോ, ലൈക്ക് കഴിഞ്ഞ ഒരു വർഷം സൈലം സ്കൂളിൽ പഠിച്ചു വന്നവരാണ് നിങ്ങൾ. ഒരു വർഷം സൈലത്തിന്റെ സ്റ്റഡി മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്തത് അല്ലേ? അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയണം. അപ്പൊ നല്ല ചാടി ചാടി നിന്ന് മക്കള് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയണം. നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള സൈലം സ്കൂളിലെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറയണം. ഞാൻ ഇത് എടുത്തിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിന് അയച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. കാരണം കുറെ പേർക്ക് ഞാൻ ചോദിക്കാൻ വരുമ്പോഴേക്കും അയ്യോ നോ, എന്നോട് ചോദിക്കില്ലേ, എനിക്ക് കാണണ്ട, ഇതൊക്കെയാണ് എനിക്ക് കാണുന്നത്. അപ്പോ ഇവൻ തന്നെ ആദ്യം പറയും. ഭയങ്കര സപ്പോർട്ടാണല്ലോ. ബാസിദിന്റെ ഓക്കെ, അത് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മള് ഇപ്പം നിങ്ങള് +1 കയറുമ്പോൾ 10th കഴിഞ്ഞ് ഒരു പുതിയ സിലബസും അല്ലെ, ഇതുവരെ പഠിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പോ അത് എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഈ ഒരു പാറ്റേണിൽ പഠിച്ചപ്പോൾ? DPP ഉണ്ടായിരുന്നു, പിന്നെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ തന്നിരുന്നു. ഈ ഹൈബ്രിഡ് സിസ്റ്റം തന്നെ ഇതുവരെ നമ്മൾ പഠിക്കാത്തൊരു രീതിയാണല്ലോ. ഒരു ദിവസം ഓൺലൈൻ, ഒരു ദിവസം ഓഫ്ലൈൻ, ആ ഒരു ഇതിൽ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആപ്പ് ആക്സസ് ഒക്കെ കിട്ടും അല്ലെ? അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. സൈലത്തിലെ ക്ലാസ് കിട്ടുന്നതിനൊപ്പം തന്നെ ഇവിടുത്തെ ലൈവ് ക്ലാസ് കിട്ടുന്നതിനൊപ്പം തന്നെ ലൈവ് ക്ലാസ് തന്നെ അത്യാവശ്യം നല്ല ക്ലാസ്സാണ്. നമുക്ക് ടോപ്പ് ഫാക്കൽറ്റീസിൻ്റെ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ക്ലാസ്സിൻ്റെ ഇപ്പോൾ അവർ ചിരിക്കുന്നത് നോക്കണ്ട. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ തന്നെ ലൈവ് ക്ലാസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവരും ആ രീതി തന്നെ ലൈവ് ക്ലാസ്സും നമുക്ക് ഇവിടെ കിട്ടുന്ന ക്ലാസ് നമ്മൾ വ്യത്യാസം ഉണ്ടെന്ന് പോലെ അറിയത്തില്ല ക്ലാസ് പ്രൊവൈഡ്. ലൈക്ക് എവറി ഫാക്കൽറ്റി വാസ് ലൈക്ക് അപ് ടു ദ മാർക്ക്, ലൈക്ക് മോൻ എക്സ്പെക്ട് ചെയ്ത പോലെ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. ഓരോ കുട്ടികൾക്കും അനുസരിച്ച് കുട്ടികളുടെ ലെവലിൽ വന്നിട്ട് ഇറങ്ങി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, സാധാ ഞാൻ സ്റ്റേറ്റ് പഠിച്ചു സ്റ്റുഡൻ്റ് ആണ്. സ്റ്റേറ്റിൽ നിന്ന് ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. ഫണ്ടമെന്റൽ സാറായിരുന്നു എടുത്തന്നെ, അംസല സാറായിരുന്നു എടുത്തന്നെ. ആ സാറ് ആ വ്യത്യാസം ഒന്നും അറിയാതെ നമ്മളെ പതുക്കെ മൊമെന്റം കൂട്ടി കൊണ്ടുവന്നിട്ട് നമ്മളൊരു പ്ലാറ്റീവ് ആയിട്ടുള്ളൊരു നമുക്ക് എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന രീതിയിൽ. അതായത് നിങ്ങൾക്കൊരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് വന്നിട്ടില്ല. സ്റ്റേറ്റിൽ നിന്ന് വന്ന എത്ര പേരുണ്ട് 10th കഴിഞ്ഞ്? അപ്പം ഒരുപാട് പേരുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാതെ നിങ്ങൾക്ക് ഇതിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റിയ അത് നല്ലൊരു കാര്യമാണ്. ഇറ്റ്സ് എ ഗുഡ് തിങ്. നല്ല പോയിന്റ് ആണ് മോൻ പറഞ്ഞത് കേട്ടോ. അപ്പം താങ്ക് യു. സഹൽ. ഓക്കെ, അപ്പൊ നീറ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എക്സാമും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റിയത്? ഇത് രണ്ടും സാറ് പറഞ്ഞുതരും എന്ന് പഠിക്കണ്ടേ. പിന്നെ റിവിഷൻ പേപ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൈലം തന്നെ. അതുകൊണ്ട് അതെല്ലാം നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഫാക്കൽറ്റീസ് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യും. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു. ആപ്പിലെ ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കായിരുന്നോ? ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിക്കും. അതിൽ നല്ല നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ കാരണം PYQs എല്ലാം പ്രൊവൈഡ് ചെയ്യും. AI ഗുരു യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഇൻഫിനിറ്റി പ്രാക്ടീസ് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നോക്കായിരുന്നോ? അത് നല്ല സപ്പോർട്ടീവാ. കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതുവരെ കാണാത്ത ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യാൻ പറ്റി. നൈസ്. ഏത് കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹം? കോളേജ് എയിംസിൽ തന്നെ. എയിംസ് ഡൽഹി. ഇൻഷാല്ലാ അവിടെ തന്നെ എത്തൂട്ടോ. ഓക്കെ.
കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ നമ്മുടെ സൈലം സ്കൂളിൽ പോയപ്പോൾ അവരിങ്ങനെ കുത്തി കുത്തി പറഞ്ഞ ആളാണ് ഇപ്പം എയിംസ് നാഗ്പൂരിൽ ഇരിക്കുന്നത് കേട്ടോ. യെസ്, ഗൗതം കൃഷ്ണ. ഇപ്പം ഞങ്ങൾ ആദ്യം നിങ്ങൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയപ്പോൾ നിങ്ങളെ ആദ്യം ഞങ്ങൾ +1 സിലബസ് ഒക്കെ പഠിപ്പിച്ചു തരും, നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ ബോർഡ് എക്സാമിന് റിവിഷൻ തരും. അതിന് നിങ്ങൾക്ക് നല്ല സമയം തന്ന് അത് പഠിപ്പിച്ചിട്ടേ നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുള്ളൂ, ബോർഡ് കൃത്യമായി എഴുതിപ്പിച്ചിട്ടേ പിന്നെ ഞങ്ങൾ നീറ്റിലേക്ക് വരുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ പ്രോമിസ് കീപ്പ് അപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കാരണം ലൈക്ക് ഇപ്പോൾ അവർ ഒക്ടോബർ ഓഗസ്റ്റ് ആകുമ്പോഴത്തേന് പോർഷൻസ് തീർക്കും പറയുന്നുണ്ട്. എല്ലാ ഫാക്കൽറ്റീസും അതിനായിട്ട് ഓരോ ഡേ. കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് പറയോ? കഴിഞ്ഞ വർഷത്തെ അതന്നെ നമ്മൾ അപ്പം എടുക്കുന്ന അപ്പം തീരുന്നുള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോയാൽ ലാസ്റ്റേക്ക് കിട്ടുന്ന ടൈം ഫുൾ ലൈക്ക് ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അതിനുവേണ്ടി നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടായിരുന്നില്ലേ? ബോർഡിന്റെ മാത്രമായിട്ട് ഉണ്ടായിരുന്നു. റിവിഷൻ പേപ്പേഴ്സിലും നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കലും ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കലുണ്ടായിരുന്നു. പിന്നെ ലൈവ് ക്ലാസ് ഉണ്ടാവും. ഓക്കെ. പിന്നെ നിങ്ങൾ മറ്റേ കിങ്സ് 11 ക്ലാസ്സസ് കാണായിരുന്നു, നമ്മുടെ നീറ്റ് ബേസ് ക്ലാസ് ആപ്പിൽ കാണില്ലായിരുന്നോ? ഓക്കെ, യെസ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ കണ്ടപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം ഡിഡ് യു ഫീൽ ലൈക്ക് എന്നെ കൊണ്ട് ഇത് കവർ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ടഫാണെന്നൊക്കെ തോന്നി? ഇല്ല, ബേസിക്സ് ഒന്ന് തുടങ്ങിയ പോലെ ഉണ്ടായത്. ലൈക്ക് ഫണ്ടമെന്റലി അങ്ങനെ തുടങ്ങി ബിൽഡപ്പ് ചെയ്ത് ഓരോ 4 ലെവലിലാണ് കൊണ്ടുവന്നത്. സോ ദാറ്റ് വാസ് ഗുഡ്. യെസ്. ഓക്കെ, നൈസ്, ഗ്രേറ്റ്. പിന്നെ എന്തടാ പേടിയാണോ? ഒരാൾ ഇവിടെ ഭയങ്കരമായിട്ടിരുന്ന് പഠിക്കുകയായിരുന്നു, മിസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഒട്ട് ഞാൻ സമയം കളയില്ല എന്ന് പറഞ്ഞിട്ട്. പേരെന്താ മോളുടെ? ദേവനന്ദ. പറയൂ, അതായത് നിങ്ങളുടെ സമയം നിങ്ങൾ ഏറ്റവും നല്ല രീതിയിലാണ് ഈ കഴിഞ്ഞ വർഷം സ്പെൻഡ് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഓക്കെ, വൈ? എല്ലാ ഡേ എടുത്ത പോർഷൻസ് അന്നു കവർ ചെയ്യാൻ ഓൾമോസ്റ്റ് പറ്റി. പിന്നെ എന്തെങ്കിലും ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് റിവൈസ് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയി പോയിരുന്നു. ഓക്കെ, കവർ ചെയ്യാൻ പറ്റി. ഓക്കെ. കാരണം സാധാരണ നമ്മൾ നീറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ജെ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ വലിയ സിലബസ് അല്ലേ, അപ്പോൾ +2 കഴിഞ്ഞ് ഒരു വർഷം എടുത്ത് ചെയ്താൽ പോരെ എന്നൊക്കെ നിങ്ങളോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾ +1 കയറി ഇവിടെ വന്നപ്പം ഇപ്പൊ എടുത്ത ഈ ഡിസിഷൻ ശരിയായെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈ? അല്ല, ഇതുവരെ എടുക്കുന്ന എല്ലാം അത്യാവശ്യം കവർ ചെയ്ത് പോകാനും പറ്റി. ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ആൻഡ് ഓരോ ഡേ എടുക്കുന്ന കുറച്ച് പോർഷൻസും ആണ്, അതാണ് എല്ലാവർക്കും കവർ ചെയ്യാൻ പറ്റുന്നത് ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഭയങ്കര ഒരു ലോഡോ ഇതൊന്നും തോന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നില്ലേ ഈ എൻട്രൻസ് ഭയങ്കര പ്രഷറാണ്, ഭയങ്കര ടെൻഷൻ ആണെന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്ന്? അല്ലേ? നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ലേ? ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? എങ്ങനെയൊക്കെ നിങ്ങൾ റിലാക്സ് ചെയ്ത് പഠിക്കുന്നതെന്ന് പറഞ്ഞേ സൈലം സ്കൂളിൽ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് മെൻറ്റേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ചോദിക്കുക, ഫാക്കൽറ്റീസ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഓരോ കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പം ടെസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിൽ നമുക്ക് സ്കോർ കൂട്ടി കൊണ്ടുവരാം. നമുക്ക് ഇപ്പോൾ കുറയുന്ന സ്കോറുള്ള സാധനമാണ്, അത് ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്ത് തന്നിട്ട് അത് കൂട്ടാനുള്ള മെത്തേഡ്സ് പറഞ്ഞുതരും. അങ്ങനെ വഴി ഓരോ ടെസ്റ്റിലൂടെ ഇമ്പ്രൂവ് ചെയ്ത് തരാൻ പറ്റും. പിന്നെ ഫസ്റ്റ് തുടങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ മെല്ലെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് എഴുതുമ്പം നിങ്ങൾക്ക് മറ്റേ എന്താണ് അതിന്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്ത് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഒക്കെ ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്നവരുടെ അവസ്ഥയാണെങ്കിൽ ഫസ്റ്റ് ചിലപ്പോൾ നല്ല കുറയാണ്ടാവും, പക്ഷെ മെല്ലെ നല്ല റാങ്ക് തന്നെ ഫസ്റ്റ് ബേസിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആൽബർട്ട് പറഞ്ഞ പോലെ ആ ഒരു ട്രാൻസിഷൻ എന്താ പറയാ വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, ദാറ്റ്സ് നൈസ്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? കാരണം നമ്മൾ ഒരു ഇതിൽ വന്നിട്ട് നമുക്ക് ഒട്ടും സിലബസ് പറ്റുന്നില്ല, ഭയങ്കര കട്ടിയാണെന്ന് ഫീൽ ചെയ്യുന്നതിലും നമ്മൾ ആ ഒരു ട്രാൻസിഷൻ സ്മൂത്ത് ആയി വരുന്നത് ഐ തിങ്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, റൈറ്റ്? പിന്നെ നീറ്റ് മോഡൽ എക്സാമുകൾ എഴുതിയിരുന്നോ? GIB ഒക്കെ എഴുതിയിരുന്നോ? GIB ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വരുന്ന ഒക്കെ നീറ്റ് മോഡൽ ആയിട്ടുള്ള എക്സാംസ് ഒരു മൊഡ്യൂള് തീർക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള 720 എക്സാം ഉണ്ടാവും. ഓൾമോസ്റ്റ് ഡിസ്ക്രിപ്റ്റീവിനെക്കാട്ട് എഴുതിയത് MCQ ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അത് യൂസ്ഫുൾ ആയി തോന്നി? ഒരുപാട് യൂസ്ഫുൾ. ഓക്കെ, അപ്പൊ ഏത് കോളേജിലാണ് പോണേ പഠിക്കാൻ? FMC. ഞാൻ വരാം അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ. മെൻറ്റേഴ്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. അവർ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. പിന്നെ നമുക്ക് എന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയാൽ അതിന് നല്ല സപ്പോർട്ടീവാണ്. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ? അടിപൊളിയാണ്. വാർഡന് അടിപൊളിയാ. പിന്നെ രാവിലെ 5 മണിക്ക് വന്ന് വിളിക്കും, കറക്റ്റ് ടൈം ടേബിൾ പോലെയാ പോകുന്നത്. നല്ലൊരു റുട്ടീനിൽ പോകുന്നുണ്ട്. ഈ ഫോണൊന്നും ഇല്ലാത്തതിന്റെ പ്രശ്നമുണ്ടോ? ഇല്ല അതിന് എല്ലാരും പഠിത്തവും ഒരു ഫോൺ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ? ഇല്ല അത് അപ്പൊ പൊക്കും. അപ്പൊ തന്നെ പൊക്കും. ഓക്കെ, നൈസ്, താങ്ക് യു. ഗേൾസ് ആരെങ്കിലും നിങ്ങളുടെ ഒരു ഹോസ്റ്റൽ എക്സ്പീരിയൻസ് ഒന്ന് പറയോ?
ഡെയിലി ടൈം ടേബിൾ പോലെ തന്നെയാണ് ഹോസ്റ്റലിൽ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ. രാവിലെ ഒരു 5 മണിക്ക് വിളിക്കും. കറക്റ്റ് ടൈം ടേബിൾ തന്നെയാണ്. ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളെ മൂവിക്കൊക്കെ കൊണ്ടുപോയില്ലായിരുന്നോ? അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഏത് മൂവിയാ കണ്ടത്? ടർബോ. പിന്നെ ഈ വീക്ക് അടുത്ത മൂവി വരുന്നുണ്ട്. ഓക്കെ, അതായത് ബേസിക്കലി നിങ്ങളുടെ ഒരു പ്ലാനിന്റെ, നിങ്ങളുടെ ഫുൾ ഇയർ പ്ലാനിന്റെ ഭാഗമാണ് ഇതൊക്കെ അല്ലേ? നിങ്ങൾക്ക് എന്റർടൈൻമെന്റിന് സമയമുണ്ട്, ആൻഡ് നിങ്ങൾക്ക് പഠിക്കുന്ന സമയം, എക്സാമിന്റെ സമയം, റിവിഷന്റെ സമയം, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, അത് എന്തുകൊണ്ടാണ്? ലൈക്ക് ഇഫ് സംബഡി വാണ്ട്സ് ടു ജോയിൻ സൈലം സ്കൂൾ, എന്ത് റീസൺസ് ആയിരിക്കും മോള് പറഞ്ഞു കൊടുക്കുക അവരോട് ഇങ്ങോട്ട് വരാൻ? നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അവർക്ക് അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ആർക്കെങ്കിലും, എനിബഡി എൽസ്? നിങ്ങൾ സൈലം സ്കൂൾ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് റീസൺ ആയിരിക്കും പറയാം? സൈലം റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഫാക്കൽറ്റി മെമ്പേഴ്സും ടീച്ചേഴ്സും എല്ലാവരും ഇവിടെ ഉള്ളത്. ഇപ്പോൾ പുറമുള്ള സ്കൂളിൽ ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ബാച്ചൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടിയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ പഠിപ്പിച്ച് തരുന്നുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ക്ലിയർ ആക്കാം. ആൻഡ് എവറി ടൈം, എല്ലാ ടൈമിലും നമുക്ക് എന്ത് ചെറിയ കാര്യങ്ങളും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിലും അപ്പം തന്നെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ സ്കൂളാണെങ്കിൽ നമുക്ക് നേരത്തെ തുടങ്ങും, കുറച്ച് നേരത്തെ തുടങ്ങും, അതുപോലെ കുറച്ച് വൈകിട്ട് തന്നെയാണ് കഴിയാറ്. സോ ടൈം ഓൾമോസ്റ്റ് യൂട്ടിലൈസ് ആക്കുന്നുണ്ട് എല്ലാ സ്റ്റുഡൻസും. എല്ലാ രീതിയിലും ടൈം ഒട്ടും വേസ്റ്റ് ആവാത്ത രീതിയിൽ എല്ലാവർക്കും ആ ഷെഡ്യൂൾ അനുസരിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വൺ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, ലൈക്ക് നമ്മളിപ്പോൾ സൈലത്തിലേക്ക് വന്നപ്പം നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, ലൈക്ക് നമ്മൾ നല്ല പോലെ അഡ്വർടൈസ് ചെയ്ത്, നമ്മളിപ്പം ജസ്റ്റ് 4 years ആയിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തത്. സൈലം സ്കൂൾ തുടങ്ങിയിട്ട് ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ ആ ഒരു സ്റ്റാർട്ടിങ് ഇയറിൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ IITസിലും എയിംസിലും ഒക്കെ വിടാൻ പറ്റിയിട്ടുണ്ട്. അത് +2 കഴിഞ്ഞ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ. ഓക്കെ, അത് ഇത്രയും ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. അപ്പം അത് നമ്മുടെ മക്കൾക്ക്, സൈലത്തിൻ്റെ സ്റ്റുഡൻസിന് എസ്പെഷ്യലി ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സദ്ഭാവന ഹോസ്റ്റലിലെ വീഡിയോ ഒക്കെ ഇട്ടപ്പം കുട്ടികൾ ഇങ്ങനെ കുറേ കമൻസ് അതിലിങ്ങനെ കണ്ടിരുന്നു. കുട്ടികളാണോ ആരാണ് ഇടുന്നതെന്ന് അറിയില്ല. ഇത് ഇങ്ങനെയൊന്നും അല്ല, സൈലത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് വെറും പരസ്യം മാത്രമാണ്, ശരിക്കുള്ള സംഭവം ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ കുറേ ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആസ് എ സ്റ്റുഡൻറ് ഓഫ് സൈലം സ്കൂൾ, നിങ്ങളിപ്പം ഇവിടുത്തെ സീനിയേഴ്സ് ആണ്, ഓൾറെഡി പഠിച്ച് വന്നവരാണ്. നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാമോ? ശരിക്കും ഈ പരസ്യത്തിൽ കാണിക്കുന്നതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ? യെസ്, സോ ക്യാൻ സംബഡി ടെൽ മീ? മോൻ പറഞ്ഞോ. ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഭയങ്കര ഫ്രീഡം അല്ല അങ്ങനത്തെ കമന്റുകളൊക്കെ കണ്ടിരുന്നു. അങ്ങനെയൊന്നുമില്ല, ഇവിടെ അത്യാവശ്യം എല്ലാ കാര്യത്തിലും ഒരു ഫ്രീഡം ഒക്കെ തരില്ലെങ്കിൽ. ഓക്കെ, എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും പഠിക്കുന്നത്. മക്കൾ എല്ലാവരും ഹാപ്പി ആണോ? നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണോ പഠിക്കുന്നത്? റിലാക്സ് ചെയ്തിട്ടാണോ പഠിക്കുന്നത്? നിങ്ങളുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും ഇങ്ങോട്ട് വരണമെങ്കിൽ വിൽ യു റെക്കമെൻഡ് ദം സൈലം സ്കൂൾ? ഡെഫിനറ്റ്ലി. നിങ്ങളും കൂടെ വരുമോ? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ് അറിയാനാണ് വന്നത്. ഇന്നപ്പറേ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നല്ലപോലെ പഠിക്കുക. ഇപ്പോൾ +2 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് സൂപ്പർ കിങ്സ് ക്ലാസ്സസ് കിട്ടുന്നുണ്ടോ? ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കാണുന്നുണ്ടോ? ഓ ഗോഡ്. പിന്നെ മാക്സിമം മക്കൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നിങ്ങൾ വിചാരിക്കരുത് ആ സിലബസ് ഒന്ന് കുറച്ച് പഠിച്ച് എത്തിയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങാന്നുള്ളത്. നിങ്ങൾക്ക് ഒരു സെൽഫ് സ്റ്റഡിയുടെ ഒരു ടൈം ഉണ്ടാവുമല്ലോ ഡെയിലി നിങ്ങളുടെ അതിൻ്റെ ഭാഗത്ത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യമേ ചെയ്യേണ്ട കാര്യം NCERT വായിക്കണം. NCERT റീഡിങ് ഇസ് മസ്റ്റ്. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. അന്ന് ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ടോപ്പിക്കിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ മേക്ക് ഷുവർ ആദ്യമേ തന്നെ യു മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. അപ്പോൾ ബൈ ദ ടൈം നമ്മുടെ നീറ്റ് എക്സാം ആകുമ്പോഴേക്കും നമ്മുടെ NCERT ബുക്ക് ഒരു 3 times എങ്കിലും നമ്മൾ വായിച്ച് കഴിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് 3 times മിനിമം ആണ് ഞാൻ പറയാം. കാരണം അത്രയും പ്രാവശ്യം വായിക്കുക എന്ന് പറയുമ്പോൾ അത്രയും നന്നായി നിങ്ങൾ ആ ബുക്കിനെ മനസ്സിലാക്കണം. ബിക്കോസ് നീറ്റിൽ ക്വസ്റ്റ്യൻസ് വരിക NCERT ബേസ്ഡ് ആയിട്ടാണ്. ലൈൻ ബൈ ലൈൻ വി ഷുഡ് നോ ദാറ്റ് ബുക്ക്. ഓക്കെ, അപ്പം അത് ആദ്യമേ ഒന്ന് എല്ലാവരും സ്റ്റഡി പ്ലാൻ്റെ ഒരു ഭാഗമാക്കുക. ചെയ്യോ? ഓക്കെ, അപ്പം നമുക്ക് പിന്നെ കാണാം. വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ഇരുന്നോളൂ. താങ്ക് യു.